അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എമ്പുരാന്റെ നിർമ്മാണ വിതരണ ചുമതലകളിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ഗോകുലം ഗോപാലിന്റെ ശ്രീ ഗോകുലം മൂവീസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്ന് ചിത്രം നിർമ്മിക്കും എന്ന് തന്നെയായിരുന്നു തുടക്കം മുതലുള്ള പ്ലാൻ. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? എന്നാൽ കാര്യങ്ങൾ പിന്നീട് മാറുന്നത് ടീസർ ലോഞ്ചിന് ശേഷമാണ്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ടീസർ ലോഞ്ചിന് ശേഷം വന്ന അജിത് ചിത്രം വിടാമുയർച്ചി തിയേറ്ററിൽ വൻ പരാജയമായി മാറുന്ന സാഹചര്യത്തിൽ ലൈക്ക പ്രൊഡക്ഷൻസിനുണ്ടായ സാമ്പത്തിക ബാധ്യതയാണോ ഇതിന് കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലഭിക്കേണ്ടതുണ്ട്. പിന്നാലെ ആരാധകർ എല്ലാവരും ചോദിച്ചുകൊണ്ട് നടന്നത് ലൈക്കയാണോ ഇതിന് കാരണം എന്നുള്ളതാണ്. ലൈക്ക മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എമ്പുരാന് ഏറ്റവും ഉണ്ടായിരുന്ന മറ്റൊരു ഹൈലൈറ്റിംഗ് ഫാക്ടർ. ആ സാഹചര്യത്തിൽ നിന്ന് മാറുകയാണ് എന്നുള്ളതാണ്. പകരം ഏറ്റെടുക്കാൻ എത്തുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കടം ഞാൻ ഇപ്പൊ വീട്ടാം. ഹാപ്പി. ആ ഗോകുലം മൂവീസുമായിട്ടാണ് ആശീർവാദ് സിനിമാസ് ഇത്തവണ കൈകോർക്കുന്നത് എമ്പുരാനിലൂടെ. ലൈക്കയുടെ പിന്മാറ്റം സിനിമാ മേഖലയിൽ തന്നെ ഒരു വലിയ തരംഗമാകും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ശ്രീ ഗോകുലം മൂവീസിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ അജണ്ട? This deal is with the devil.